എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ഫിസിക്സ് അധ്യായം 3 കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും എന്ന ചാപ്റ്ററാണ്. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഗൈഡാണ് വായിക്കുന്നത്. അതിൽ ഫസ്റ്റ് ബോക്സ് നോക്കാം. മസ്തിഷ്കവും കണ്ണും ചേർന്നാണ് വർണ്ണങ്ങളുടെ മനോഹരമായ കാഴ്ചകൾ സാധ്യമാക്കുന്നത്. ദൃശ്യപ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യം 380 നാനോമീറ്റർ മുതൽ 750 നാനോമീറ്റർ വരെയാണ്. ദൃശ്യപ്രകാശത്തെ വിവിധ ആവൃത്തി ബാൻഡുകളായി തരംതിരിച്ചിട്ടുണ്ട്. ഓരോ ആവൃത്തി ബാൻഡും കണ്ണിലെത്തുമ്പോൾ വയലറ്റ് മുതൽ ചുവപ്പ് വരെയുള്ള വർണ്ണങ്ങൾ അനുഭവവേദ്യമാകുന്നു. ഈ വർണ്ണങ്ങളെ ഓരോരുത്തരുടെയും മസ്തിഷ്കങ്ങൾ വ്യാഖ്യാനിക്കുന്നത് പലപ്പോഴും വ്യത്യസ്തമായാണ്. അതിനാൽ ദൃശ്യപ്രകാശത്തിൽ ഒരു പ്രത്യേക ആവൃത്തിയെ എല്ലാവരും ഒരേ വർണ്ണത്തിൽ കണ്ടില്ലെന്ന് വരാം. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ബോക്സിൽ ആദ്യമായിട്ട് കൊടുത്തിരിക്കുന്നത്. അതായത് നമുക്ക് കാഴ്ചയുടെ അനുഭവം സാധ്യമാകുന്നതിനെ കുറിച്ചുള്ളൊരു ചെറിയ നോട്ടാണിത്. ഇനി ഈ ചാപ്റ്ററിലെ അടുത്ത പോയിൻറ്റ്സ് നോക്കാം. ഗ്ലാസ് പ്രിസത്തിലൂടെയുള്ള അപവർത്തനം. ഒരു ലേസർ ടോർച്ചിൽ നിന്നുള്ള പ്രകാശം ഒരു പ്രിസത്തിലൂടെ കടത്തിവിടുമ്പോൾ പ്രകാശപാതയ്ക്ക് വ്യതിയാനം ഉണ്ടാകുന്നു. പ്രകാശത്തിൻ്റെ ദിശാവ്യതിയാനത്തിന് കാരണം അപവർത്തനമാണ്. ഈ പ്രകാശത്തിൻ്റെ ദിശാവ്യതിയാനത്തിന് കാരണം എന്താണ്? അപവർത്തനമാണ്, റിഫ്രാക്ഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ വേഗത മാറുന്നതിനാൽ ദിശയും മാറുന്നു. ഇതാണ് അപവർത്തനം. അപ്പോൾ അപവർത്തനം ഒന്നുകൂടെ പറയാം. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ വേഗത മാറുന്നതിനാൽ ദിശയും മാറുന്നു. ഇതാണ് അപവർത്തനം. ഇനി പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും കൂടിയതിലേക്ക് പോകുമ്പോൾ അപവർത്തന രശ്മി ലംബത്തോട് അടുക്കുന്നു. എന്താണ് പറഞ്ഞത്? പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും കൂടിയതിലേക്ക് പോകുമ്പോൾ അപവർത്തന രശ്മി ലംബത്തോട് അടുക്കുന്നു. ഇനി പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞതിലേക്ക് പോകുമ്പോൾ അപവർത്തന രശ്മി ലംബത്തിൽ നിന്നും അകലുന്നു. അതായത് നേരത്തെ പറഞ്ഞതിന് ഓപ്പോസിറ്റായി പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞതിലേക്ക് പോകുമ്പോൾ അപവർത്തന രശ്മി ലംബത്തിൽ നിന്ന് അകലുന്നു. പ്രിസത്തിലേക്ക് കടക്കുമ്പോഴും പ്രിസത്തിൽ നിന്ന് ബഹിർഗമിക്കുമ്പോഴും അപവർത്തനം കാരണം പ്രകാശരശ്മിക്ക് വ്യതിയാനം സംഭവിക്കുന്നത് എന്താണ്? പ്രിസത്തിൻ്റെ പാദഭാഗത്താണ്. അതായത് പ്രിസത്തിലേക്ക് കടക്കുമ്പോഴും പ്രിസത്തിൽ നിന്ന് ബഹിർഗമിക്കുമ്പോഴും അപവർത്തനം കാരണം പ്രകാശരശ്മിക്ക് വ്യതിയാനം സംഭവിക്കുന്നത് എവിടെയാണ്? പ്രിസത്തിൻ്റെ പാദഭാഗത്താണ്. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് പ്രകാശ പ്രകീർണനം എന്താണെന്നാണ്. അതായത് ഡിസ്പെർഷൻ ഓഫ് ലൈറ്റ്. വ്യത്യസ്ത വർണ്ണങ്ങൾ ചേർന്നുണ്ടാകുന്ന പ്രകാശമാണ് എന്ത്? സമന്വിത പ്രകാശം, അതായത് കോമ്പോസിറ്റ് ലൈറ്റ്. സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർപിരിയുന്ന പ്രതിഭാസമാണ് പ്രകാശ പ്രകീർണനം അല്ലെങ്കിൽ ഡിസ്പെർഷൻ ഓഫ് ലൈറ്റ്. അപ്പോൾ എന്താണ് പ്രകാശ പ്രകീർണനം? സമന്വിത പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി വേർപിരിയുന്ന പ്രതിഭാസമാണ് പ്രകാശ പ്രകീർണനം. ഒരു പ്രിസത്തിലൂടെ സൗര്യപ്രകാശം കടന്നു പോകുമ്പോൾ ഘടകവർണ്ണങ്ങളായി വേർപിരിയുന്നതിനുള്ള കാരണം എന്താണ്? പ്രകാശ പ്രകീർണനമാണ്. ഇനി ധവളപ്രകാശത്തിലെ ഘടകവർണ്ണങ്ങൾ എന്തൊക്കെയാണ്? വയലറ്റ്, ഇൻഡിഗോ, നീല, പച്ച, മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് എന്നിവയാണ്. ഏതൊക്കെയാണ് ധവള പ്രകാശത്തിലെ ഘടകവർണ്ണങ്ങൾ? വയലറ്റ്, ഇൻഡിഗോ, നീല, പച്ച, മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് എന്നിവയാണ്. അപ്പം ഇത്തരത്തിൽ ഈ ധവള പ്രകാശം ഒരു പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏതൊക്കെ ആയിട്ട് ഘടകവർണ്ണങ്ങളായിട്ടാണ് പിരിയുന്നത്? വയലറ്റ്, ഇൻഡിഗോ, നീല, പച്ച, മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ്. അപ്പം ഈ ഘടകവർണ്ണങ്ങളുടെ വ്യതിയാന ക്രമമാണ് എന്തറിയപ്പെടുന്നത്? വിബ്ജിയോർ എന്നറിയപ്പെടുന്നത്. അതായത് വയലറ്റിൽ തുടങ്ങി റെഡിൽ അവസാനിക്കുന്ന വ്യതിയാന ക്രമമാണ് വിബ്ജിയോർ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് വർണ്ണങ്ങളുടെ, നമ്മൾ വിബ്ജിയോർ പറഞ്ഞ അതിലെ ഓരോ വർണ്ണങ്ങളുടെയും തരംഗദൈർഘ്യം ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നോക്കാം. അപ്പം വർണ്ണം ഏകദേശ തരംഗദൈർഘ്യവും നാനോമീറ്ററിലുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വയലറ്റിൻ്റെ തരംഗദൈർഘ്യമാണ് 380 മുതൽ 440 വരെ. ഇൻഡിഗോ 440 ടു 460, നീല 460 ടു 500, പച്ച 500 ടു 570,
മഞ്ഞ 570 മുതൽ 590 വരെ, ഓറഞ്ച് 590 മുതൽ 620 വരെ, ചുവപ്പ് 620 മുതൽ 750 വരെ. അപ്പോൾ ഒന്നുകൂടെ പറയാം. വയലറ്റിൻ്റെ തരംഗദൈർഘ്യം നാനോമീറ്ററിൽ 380 മുതൽ 440 വരെയാണ്. ഇൻഡിഗോ 440 മുതൽ 460 വരെ, നീല 460 മുതൽ 500 വരെ, പച്ച 500 മുതൽ 570 വരെ, മഞ്ഞ 570 മുതൽ 590 വരെ, ഓറഞ്ചാണ് 590 മുതൽ 620 വരെ, ചുവപ്പ് 620 മുതൽ 670 വരെ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഏറ്റവും തരംഗദൈർഘ്യം കുറഞ്ഞത് വയലറ്റിനും കൂടിയത് ചുവപ്പിനുമാണ്. തരംഗദൈർഘ്യം കൂടുതൽ ചുവപ്പിനാണ്. അപ്പം ധവളപ്രകാശത്തിലെ ഘടകവർണ്ണങ്ങളുടെ ക്രമമായ ഈ വിതരണം, അതായത് വിബ്ജിയോർ, ഇതിനറിയപ്പെടുന്നതാണ് വർണ്ണരാജി അല്ലെങ്കിൽ സ്പെക്ട്രം. ധവളപ്രകാശത്തിലെ ഘടകവർണ്ണങ്ങളുടെ ക്രമമായ വിതരണം അറിയപ്പെടുന്നത് എന്താണ്? വർണ്ണരാജി അല്ലെങ്കിൽ സ്പെക്ട്രം എന്നാണ്. വർണ്ണങ്ങളുടെ ദിശാവ്യതിയാനത്തിൻ്റെ ക്രമം ആശ്രയിച്ചിരിക്കുന്നത് വർണ്ണങ്ങളുടെ തരംഗദൈർഘ്യത്തെയാണ്. തരംഗദൈർഘ്യം കുറഞ്ഞ വർണ്ണമാണ് വയലറ്റ്, തരംഗദൈർഘ്യം കൂടിയ വർണ്ണമാണ് ചുവപ്പ്. പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏറ്റവും കൂടുതൽ വ്യതിയാനം സംഭവിക്കുന്ന വർണ്ണം ഏതാണ്? വയലറ്റ്. അപ്പോൾ തരംഗദൈർഘ്യം, അതായത് ഘടകവർണ്ണങ്ങളുടെ ദിശാവ്യതിയാനത്തിൻ്റെ ക്രമം എന്തിനെ ആശ്രയിച്ചാണ്? വർണ്ണങ്ങളുടെ തരംഗദൈർഘ്യത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അങ്ങനെ നോക്കിയാൽ തരംഗദൈർഘ്യം കുറഞ്ഞ വർണ്ണമാണ് വയലറ്റ്, തരംഗദൈർഘ്യം കൂടിയ വർണ്ണം ചുവപ്പാണ്. പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏറ്റവും കൂടുതൽ വ്യതിയാനം സംഭവിക്കുന്നത് വയലറ്റ് വർണ്ണത്തിനാണ്. ഇനി പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏറ്റവും കൂടുതൽ വ്യതിയാനം സംഭവിക്കുന്നത് വയലറ്റിനാണ്. അപ്പോൾ കുറവ് വ്യതിയാനം സംഭവിക്കുന്നത് ചുവപ്പ് എന്ന വർണ്ണത്തിനാണ്. അപ്പോൾ ഏറ്റവും കുറവ് വ്യതിയാനം സംഭവിക്കുന്നത് ചുവപ്പിനാണ്. തരംഗദൈർഘ്യം കൂടുമ്പോൾ വർണ്ണങ്ങളുടെ വ്യതിയാനം കുറയുന്നു. അപ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടിയ തരംഗദൈർഘ്യമുള്ളത് ചുവപ്പിനായതുകൊണ്ട് വ്യതിയാനം ഏറ്റവും കുറവുള്ളത് ചുവപ്പിനാണ്. എന്നാൽ ഏറ്റവും തരംഗദൈർഘ്യം കുറഞ്ഞ വർണ്ണമായ വയലറ്റിനാണ് ഏറ്റവും കൂടുതൽ വ്യതിയാനം സംഭവിക്കുന്നത്. അടുത്തത് നമ്മൾ ബോക്സിലെ കാര്യം നോക്കാം. വർണ്ണങ്ങളുടെ പുനഃസംയോജനം, റീകോമ്പിനേഷൻ ഓഫ് കളേഴ്സ് ഓഫ് ലൈറ്റ്. പ്രിസത്തിലൂടെ സൂര്യപ്രകാശം കടത്തിവിടുന്ന പരീക്ഷണത്തിൽ ഘടകവർണ്ണങ്ങളുടെ പാതയിൽ മറ്റൊരു സമാന പ്രിസം ക്രമീകരിച്ചാൽ ഒന്നാമത്തെ പ്രിസത്തിൽ നിന്ന് വരുന്ന പ്രകാശവർണ്ണങ്ങൾക്ക് രണ്ടാമത്തെ പ്രിസത്തിൽ വെച്ച് വിപരീത ദിശയിൽ വ്യതിയാനം സംഭവിക്കുകയും വർണ്ണങ്ങൾ സംയോജിച്ച് ധവളപ്രകാശം ലഭിക്കുകയും ചെയ്യും. ഒന്നുകൂടെ വായിക്കാം. വർണ്ണങ്ങളുടെ പുനഃസംയോജനം. പ്രിസത്തിലൂടെ സൂര്യപ്രകാശം കടത്തിവിടുന്ന പരീക്ഷണത്തിലെ ഘടകവർണ്ണങ്ങളുടെ പാതയിൽ മറ്റൊരു സമാന പ്രിസം ക്രമീകരിച്ചാൽ ഒന്നാമത്തെ പ്രിസത്തിൽ നിന്ന് വരുന്ന പ്രകാശവർണ്ണങ്ങൾക്ക് രണ്ടാമത്തെ പ്രിസത്തിൽ വെച്ച് വിപരീത ദിശയിൽ വ്യതിയാനം സംഭവിക്കുകയും വർണ്ണങ്ങൾ സംയോജിച്ച് ധവളപ്രകാശം ലഭിക്കുകയും ചെയ്യും. ഇതാണ് വർണ്ണങ്ങളുടെ പുനഃസംയോജനം. ഇനി നമ്മൾ മുകളിൽ പറഞ്ഞല്ലോ, തരംഗദൈർഘ്യം കൂടുമ്പോൾ വർണ്ണങ്ങളുടെ വ്യതിയാനം കുറയുന്നു, തരംഗദൈർഘ്യം കുറയുമ്പോൾ വർണ്ണങ്ങളുടെ വ്യതിയാനം കൂടുകയും ചെയ്യുന്നു. അടുത്തത് പ്രകാശരശ്മിക്ക് ഉണ്ടാകുന്ന വ്യതിയാനം ആശ്രയിച്ചിരിക്കുന്ന ഘടകങ്ങളാണ് മാധ്യമത്തിൻ്റെ അപവർത്തനാങ്കം, പ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യം എന്നിവ. എന്തൊക്കെയാണ് പ്രകാശരശ്മിക്ക് ഉണ്ടാകുന്ന വ്യതിയാനത്തെ ആശ്രയിച്ചിരിക്കുന്ന ഘടകങ്ങൾ? മാധ്യമത്തിൻ്റെ അപവർത്തനാങ്കം, പ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യം എന്നിവയാണ്. അടുത്തത് മഴവില്ലാണ്, റെയിൻബോ. അന്തരീക്ഷത്തിലുള്ള ജലകണികയിലേക്ക് കടന്ന് പുറത്തേക്ക് വരുന്ന സൂര്യപ്രകാശരശ്മി 2 പ്രാവശ്യം അപവർത്തനത്തിനും 1 പ്രാവശ്യം ആന്തരിക പ്രതിപതനത്തിനും വിധേയമാകുന്നു. അന്തരീക്ഷത്തിലെ ജലകണികയിലേക്ക് കടന്നു വരുന്ന സൂര്യപ്രകാശരശ്മി 2 പ്രാവശ്യം അപവർത്തനത്തിനും 1 പ്രാവശ്യം ആന്തരിക പ്രതിപതനത്തിനും വിധേയമാകുന്നു. ഇനി മഴവില്ലുണ്ടാകുന്നത്. പ്രകൃതിയിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന അപവർത്തനത്തിൻ്റെയും പ്രകീർണനത്തിൻ്റെയും ആന്തരിക പ്രതിപതനത്തിൻ്റെയും സമന്വിത ഫലമായാണ് മഴവില്ലുണ്ടാകുന്നത്. എങ്ങനെയാണ് മഴവില്ലുണ്ടാകുന്നത്? പ്രകൃതിയിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന അപവർത്തനത്തിൻ്റെയും പ്രകീർണനത്തിൻ്റെയും ആന്തരിക പ്രതിപതനത്തിൻ്റെയും സമന്വിത ഫലമായാണ്. ഇനി മഴവില്ല് ഉണ്ടാകുന്ന ദിശ, അതായത് സൂര്യൻ്റെ എതിർ ദിശയിലാണ് നമുക്ക് മഴവില്ല് കാണാൻ സാധിക്കുന്നത്. നല്ല സൂര്യപ്രകാശമുള്ളപ്പോൾ സൂര്യന് എതിർ ദിശയിൽ അന്തരീക്ഷത്തിലേക്ക് വെള്ളം സ്പ്രേ ചെയ്താൽ കൃത്രിമമായി മഴവില്ലുണ്ടാക്കാൻ സാധിക്കും. അതായത് സൂര്യന് എതിർ ദിശയിലാണ് മഴവില്ലുണ്ടാകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പരീക്ഷണമാണ്, നല്ല സൂര്യപ്രകാശമുള്ളപ്പോൾ സൂര്യന് എതിർ ദിശയിൽ അന്തരീക്ഷത്തിലേക്ക് വെള്ളം സ്പ്രേ ചെയ്താൽ കൃത്രിമമായി മഴവില്ലുണ്ടാക്കാൻ നമുക്ക് സാധിക്കും.
അടുത്തത് നോക്കാം വൈദ്യുതകാന്തിക സ്പെക്ട്രം, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. സൂര്യപ്രകാശത്തിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ധവളപ്രകാശം, ഇൻഫ്രാറെഡ് വികിരണങ്ങൾ, അൾട്രാവയലറ്റ് വികിരണങ്ങൾ എന്നിവയാണ്. അപ്പോൾ സൂര്യപ്രകാശത്തിലെ ഘടകങ്ങൾ ഒന്നുകൂടെ പറയാം: ധവളപ്രകാശം, ഇൻഫ്രാറെഡ് വികിരണങ്ങൾ, അൾട്രാവയലറ്റ് വികിരണങ്ങൾ എന്നിവ. ഇനി സൂര്യരശ്മിയിലെ താപത്തിന്, അതായത് ചൂടിന് കാരണം ഏത് കിരണങ്ങളാണ്? ഇൻഫ്രാറെഡ് വികിരണങ്ങളാണ്. ഇൻഫ്രാറെഡ് വികിരണങ്ങളാണ് സൂര്യരശ്മിയിലെ താപത്തിന് കാരണമായിട്ടുള്ള വികിരണങ്ങൾ. അതായത് ലെൻസ് ഉപയോഗിച്ച് കടലാസ് കത്തിക്കുന്ന പരീക്ഷണങ്ങളിൽ കടലാസ് കത്താൻ കാരണം ഇൻഫ്രാറെഡ് വികിരണങ്ങൾ കേന്ദ്രീകരിക്കപ്പെടുന്നതിനാലാണ്. അതായത് ഇൻഫ്രാറെഡ് വികിരണങ്ങൾ ചൂടുള്ള വികിരണങ്ങളാണ്. മനുഷ്യ ശരീരത്തിൽ വിറ്റാമിൻ ഡി സഹായിക്കുന്ന വികിരണങ്ങളാണ് അൾട്രാവയലറ്റ് വികിരണങ്ങൾ. അൾട്രാവയലറ്റ് വികിരണങ്ങൾ മനുഷ്യ ശരീരത്തിൽ എന്തുൽപ്പാദിപ്പിക്കുന്നു? വിറ്റാമിൻ ഡി. സൗരവികിരണങ്ങൾ ശൂന്യതയിലൂടെയും വായുവിലൂടെയും ഏകദേശം 15 കോടി കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഭൂമിയിലെത്തുന്നത്. സൗരവികിരണങ്ങൾ ശൂന്യതയിലൂടെയും വായുവിലൂടെയും ഏകദേശം 15 കോടി കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാണ് നമ്മളെ ഭൂമിയിലെത്തുന്നത്. സൗരവികിരണങ്ങൾ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നത് ശൂന്യതയിലൂടെയാണ്. സൗരവികിരണങ്ങൾ കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നത് ഏതിലൂടെയാണ്? ശൂന്യതയിലൂടെയാണ്. ദൃശ്യപ്രകാശം, ഇൻഫ്രാറെഡ് വികിരണങ്ങൾ, അൾട്രാവയലറ്റ് വികിരണങ്ങൾ തുടങ്ങിയവയ്ക്ക് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല. അപ്പോൾ ഏതൊക്കെയാണ്? ദൃശ്യപ്രകാശം, ഇൻഫ്രാറെഡ് വികിരണങ്ങൾ, അൾട്രാവയലറ്റ് വികിരണങ്ങൾ തുടങ്ങിയവയ്ക്ക് സഞ്ചരിക്കാൻ എന്ത് വേണ്ട? മാധ്യമം ആവശ്യമില്ല. പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്ന വേഗതയാണ് സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ, അഥവാ 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്ന വേഗത എത്രയാണ്? സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ, അതായത് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ് വേഗത. ഇത്തരത്തിലുള്ള വികിരണങ്ങളാണ് വൈദ്യുതകാന്തിക വികിരണങ്ങൾ, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ്. വൈദ്യുതകാന്തിക വികിരണങ്ങളുടെ ക്രമമായ വിതരണം അറിയപ്പെടുന്നതാണ് വൈദ്യുതകാന്തിക സ്പെക്ട്രം. വൈദ്യുതകാന്തിക വികിരണങ്ങളുടെ ക്രമമായ വിതരണമാണ് എന്ത്? വൈദ്യുതകാന്തിക സ്പെക്ട്രം. ഇത്തരത്തിൽ വൈദ്യുതകാന്തിക സ്പെക്ട്രത്തിൽ അടങ്ങിയ തരംഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവ തരംഗദൈർഘ്യത്തിൻ്റെ ആരോഹണ ക്രമത്തിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 1 ഗാമ, 2 എക്സ് വികിരണം, അതായത് എക്സ്റേ, അൾട്രാവയലറ്റ് വികിരണങ്ങൾ, ദൃശ്യപ്രകാശം, ഇൻഫ്രാറെഡ് വികിരണങ്ങൾ, മൈക്രോ തരംഗങ്ങൾ, റേഡിയോ തരംഗങ്ങൾ. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഗാമ വികിരണം, എക്സ് വികിരണം, അൾട്രാവയലറ്റ് വികിരണങ്ങൾ, ദൃശ്യപ്രകാശം, ഇൻഫ്രാറെഡ് വികിരണങ്ങൾ, മൈക്രോ തരംഗങ്ങൾ, റേഡിയോ തരംഗങ്ങൾ. ഇവ എങ്ങനെയാണ്? ആരോഹണ ക്രമത്തിൽ. ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രാഥമിക വർണ്ണങ്ങളും ദ്വിതീയ വർണ്ണങ്ങളും നോക്കാം. വൃത്താകൃതിയിലുള്ള ഒരു തകിടിൽ 120 ഡിഗ്രി കോണുകൾ ചുവപ്പ്, പച്ച, നീല എന്നീ പ്രകാശവർണ്ണങ്ങൾ പുറപ്പെടുവിക്കുന്ന LED-കൾ ക്രമീകരിച്ച് LED-കളിൽ നിന്നുള്ള പ്രകാശം PVC പൈപ്പിലൂടെ കടത്തിവിട്ട് സ്ക്രീനിൽ പതിപ്പിച്ചാൽ 3 വർണ്ണങ്ങളും പരസ്പരം അതിവ്യാപനം ചെയ്യുന്നിടത്ത് ധവളപ്രകാശം ലഭിക്കും. അതായത് ഇതൊരു പരീക്ഷണമാണ്, ചെറിയൊരു പരീക്ഷണമാണ് ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. അതായത് എല്ലാ വർണ്ണങ്ങളും കൂടിച്ചേർന്ന് നമുക്ക് വെളുത്ത അല്ലെങ്കിൽ ധവളപ്രകാശം ലഭിക്കുന്ന ഒരു പരീക്ഷണമാണ്. വൃത്താകൃതിയുള്ള ഒരു തകിടിൽ 120 ഡിഗ്രി കോണുകളിൽ ചുവപ്പ്, പച്ച, നീല എന്നീ പ്രകാശവർണ്ണങ്ങൾ പുറപ്പെടുവിക്കുന്ന LED-കൾ ക്രമീകരിച്ച് LED-കളിൽ നിന്നുള്ള പ്രകാശം ഒരു PVC പൈപ്പിലൂടെ കടത്തിവിട്ട് സ്ക്രീനിൽ പതിപ്പിച്ചാൽ 3 വർണ്ണങ്ങളും പരസ്പരം അതിവ്യാപനം ചെയ്യുന്നിടത്ത് എന്താണ്? ധവളപ്രകാശം, അതായത് വെളുത്ത പ്രകാശം നമുക്ക് ലഭിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ അതിവ്യാപനം ചെയ്യുന്ന, അതായത് കൂടിച്ചേരുന്ന വർണ്ണങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. ചുവപ്പ് പ്ലസ് പച്ച നമുക്ക് കിട്ടുന്ന വർണ്ണമാണ് മഞ്ഞ. ചുവപ്പ് പ്ലസ് നീലയാണെങ്കിൽ മജന്ത എന്ന വർണ്ണം ലഭിക്കും. നീല പ്ലസ് പച്ച സയൻ എന്ന വർണ്ണം ലഭിക്കും. ചുവപ്പ്, പച്ച, നീല ഇത് മൂന്നും കൂടി ചേർന്നാൽ നമുക്ക് എന്ത് ലഭിക്കും? ധവളപ്രകാശം അല്ലെങ്കിൽ വെളുത്ത പ്രകാശം ലഭിക്കും. അപ്പോൾ എന്താണ്? ചുവപ്പ്, പച്ച കൂടി ചേർന്നാൽ മഞ്ഞ, ചുവപ്പ്, നീല മജന്ത, നീല, പച്ച സയൻ, ചുവപ്പ്, പച്ച, നീല കൂടി ചേർന്നാൽ ധവളപ്രകാശം ലഭിക്കും. ഇനി ചുവപ്പ്, പച്ച, നീല എന്നിവ ഉപയോഗിച്ച് ധവളപ്രകാശം മാത്രമല്ല മറ്റ് എല്ലാ വർണ്ണപ്രകാശവും ഉണ്ടാകുമെന്നതുകൊണ്ട് ഈ വർണ്ണങ്ങളെ പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഏതൊക്കെയാണ് പ്രാഥമിക വർണ്ണങ്ങൾ? ചുവപ്പ്, പച്ച, നീല. ഇവയുടെ പ്രത്യേകത എന്താണ്? ഇവ ഉപയോഗിച്ച് ധവളപ്രകാശം മാത്രമല്ല മറ്റ് എല്ലാ വർണ്ണപ്രകാശങ്ങളും ഉണ്ടാക്കാൻ കഴിയും. അതുകൊണ്ട് ഇവയെ എന്ത് പറയുന്നു?
പ്രാഥമിക വർണ്ണങ്ങൾ അല്ലെങ്കിൽ പ്രൈമറി കളേഴ്സ് എന്നറിയപ്പെടുന്നു. ഏതെങ്കിലും രണ്ട് പ്രാഥമിക വർണ്ണ പ്രകാശങ്ങൾ ചേർന്നുണ്ടാകുന്ന വർണ്ണപ്രകാശമാണ് ദ്വിതീയ വർണ്ണം. അതായത് ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും രണ്ടെണ്ണം കൂടി ചേർന്നാൽ നമുക്ക് ലഭിക്കുന്ന വർണ്ണമാണ് ദ്വിതീയ വർണ്ണം. ഇനി ഒരു ദ്വിതീയ വർണ്ണത്തോട് അതിലടങ്ങിയിട്ടില്ലാത്ത പ്രാഥമിക വർണ്ണം ചേർത്താൽ ലഭിക്കുന്നതാണ് ധവളപ്രകാശം. അതായത് രണ്ട് വർണ്ണങ്ങൾ കൂടി ചേർന്ന് നമുക്ക് ദ്വിതീയ വർണ്ണം ഓൾറെഡി കിട്ടി. അതിൻ്റെ കൂടെ ഈ രണ്ട് വർണ്ണങ്ങളിൽ ഉൾപ്പെടാത്ത മറ്റൊരു മൂന്നാമത്തെ വർണ്ണം കൂടി ചേർത്താൽ നമുക്ക് എന്ത് ലഭിക്കും? ധവളപ്രകാശം, വെളുത്ത പ്രകാശം ലഭിക്കും. ഇനി ഒരേ തീവ്രതയിലുള്ള ചുവപ്പ്, പച്ച, നീല എന്നീ വർണ്ണങ്ങൾ ചേരുമ്പോഴാണ് ഈ ധവളപ്രകാശം നമുക്ക് ലഭിക്കുന്നത്. അതായത് ചുവപ്പ്, നീല, പച്ച എന്നിവ ഒരേ തീവ്രതയിൽ ചേരുമ്പോഴാണ് എന്ത് ലഭിക്കുന്നത്? ധവളപ്രകാശമായിട്ട് മാറുന്നത്. ഇനി ഒരേ തീവ്രതയിലുള്ള ചുവപ്പും പച്ചയും ചേരുമ്പോൾ ലഭിക്കുന്നത് മഞ്ഞപ്രകാശമാണ്. ഒരേ തീവ്രതയുള്ള പച്ചയും നീലയും ചേരുമ്പോൾ സയൻ ലഭിക്കുന്നു. ഒരേ തീവ്രതയിലുള്ള ചുവപ്പും നീലയും ചേരുമ്പോൾ മജന്ത ലഭിക്കുന്നു. മുകളിൽ പറഞ്ഞ ബോക്സിലുള്ള തന്നെയാണ് ഒന്നുകൂടെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത നോക്കാം പൂരക വർണ്ണങ്ങൾ, കോംപ്ലിമെൻ്ററി കളേഴ്സ്. ഒരു ദ്വിതീയ വർണ്ണത്തോടു കൂടി ഏത് വർണ്ണം ചേരുമ്പോഴാണോ ധവളപ്രകാശം ലഭിക്കുന്നത് ആ വർണ്ണ ജോഡികളാണ് പൂരക വർണ്ണങ്ങൾ. അതായത് ഒരു ദ്വിതീയ വർണ്ണം നമുക്ക് ലഭിച്ചൊരു ദ്വിതീയ വർണ്ണത്തോടു കൂടി ഏത് വർണ്ണം ചേരുമ്പോഴാണോ വെളുത്ത പ്രകാശം, ധവളപ്രകാശം ലഭിക്കുന്നത് ആ വർണ്ണ ജോഡികളാണ് എന്ത്? പൂരക വർണ്ണങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇനി നോക്കാം. ദ്വിതീയ വർണ്ണം, ഘടകവർണ്ണങ്ങൾ, പൂരക വർണ്ണം. അപ്പം മഞ്ഞ പ്ലസ് ചുവപ്പും പച്ചയുടെയും കൂടെ മഞ്ഞ ചേർന്നാൽ നീല ലഭിക്കും. അപ്പം നീലയാണ് പൂരകവർണ്ണം. മജന്ത, ചുവപ്പ്, നീല എന്താണ്? ഇതിൽ പച്ചയാണ് പൂരകവർണ്ണം. അതായത് ചുവപ്പും നീലയുടെ കൂടെ ഒരു മജന്ത കിട്ടി, മജന്തയുടെ കൂടെ നമ്മൾ നീലയും കൂടെ ചേർത്താൽ എന്ത് കിട്ടും? ധവളപ്രകാശം കിട്ടും. അപ്പോൾ ഇനി അടുത്തത് സയൻ. പച്ചയും നീലയും കൂടെ ചേർന്ന് നമുക്ക് സയൻ കിട്ടും. അതിൻ്റെ കൂടെ ചുവപ്പും കൂടെ ചേർത്താൽ എന്ത് ലഭിക്കും? ധവളപ്രകാശം ലഭിക്കും. അതായത് ഇതിൽ ഏതാണോ ഈ ദ്വിതീയ പ്രകാശങ്ങളുടെ കൂടെ ആഡ് ചെയ്യുന്നത് അതാണ് എന്ത്? പൂരകവർണ്ണമായിട്ട് പറയുന്നത്. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് നമ്മളെ കണ്ണിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതായത് വീക്ഷണ സ്ഥിരത, പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. വീക്ഷണ സ്ഥിരത അല്ലെങ്കിൽ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ നമ്മളുടെ ദൃഷ്ടിഫലത്തിൽ നിന്ന് മാറ്റിയാലും അതിൻ്റെ ദൃശ്യാനുഭവം ഏകദേശം 1/16 സെക്കൻഡ് സമയത്തേക്ക് നിലനിൽക്കും. ഈ പ്രതിഭാസമാണ് വീക്ഷണ സ്ഥിരത. അതായത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ നമ്മളെ ദൃഷ്ടിപഥത്തിൽ നിന്ന് മാറ്റിയാലും മുന്നിൽ നിന്ന് മാറ്റിയാലും അതിൻ്റെ ദൃശ്യാനുഭവം ഏകദേശം എത്ര സെക്കൻഡാണ്? 1/16 സെക്കൻഡ് സമയത്തിലേക്ക് നിലനിൽക്കും. ഈ പ്രതിഭാസമാണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ അല്ലെങ്കിൽ വീക്ഷണ സ്ഥിരത. ഉദാഹരണം പറയാം. കത്തുന്ന ചന്ദനത്തിരി വളരെ വേഗത്തിൽ ചുഴറ്റുമ്പോൾ അഗ്നിവലയം ഉണ്ടായതുപോലെ തോന്നുന്നു. അതായത് കത്തുന്ന ഒരു ചന്ദനത്തിരി വളരെ വേഗത്തിൽ ചുഴറ്റുമ്പോൾ നമുക്ക് എങ്ങനെ കാണുന്നു? അഗ്നിവലയം ഉള്ളതുപോലെ തോന്നിക്കുന്നു. ഇതെന്തിന് ഉദാഹരണമാണ്? വീക്ഷണ സ്ഥിരതയ്ക്ക് ഉദാഹരണമാണ്. ഇനി ബോക്സിൽ നോക്കാം. സോഡിയം വേപ്പർ ലാമ്പിൽ നിന്ന് ലഭിക്കുന്ന മഞ്ഞപ്രകാശം സമന്വിത പ്രകാശമല്ല. അതിനാൽ ചുവപ്പും പച്ചയും നിറത്തിലുള്ള വസ്തുക്കൾ ഈ പ്രകാശത്തിൽ ഇരുണ്ടതായി കരുതപ്പെടുന്നു. അതായത് സോഡിയം വേപ്പർ ലാമ്പിൽ നിന്ന് ലഭിക്കുന്ന മഞ്ഞപ്രകാശം സമന്വിത പ്രകാശമല്ല. അതിനാൽ ചുവപ്പും പച്ചയും നിറത്തിലുള്ള വസ്തുക്കൾ ഈ പ്രകാശത്തിൽ എന്ത് തോന്നിക്കുന്നു? ഇരുണ്ടതായിട്ട് നമുക്ക് കാണപ്പെടുന്നു. ഇനി വർണ്ണങ്ങളും ചായങ്ങളും. പ്രകാശവർണ്ണങ്ങളിൽ ചുവപ്പ്, പച്ച, നീല അല്ലെങ്കിൽ RGB എന്നിവയാണല്ലോ പ്രാഥമിക വർണ്ണങ്ങൾ. എന്നാൽ ചായങ്ങളിൽ സയൻ, മജന്ത, മഞ്ഞ എന്നിവയാണ് പ്രാഥമിക ചായങ്ങളായി കണക്കാക്കുന്നത്. ഒരേ തീവ്രതയിലുള്ള പ്രാഥമിക വർണ്ണങ്ങളുടെയും പ്രാഥമിക ചായങ്ങളുടെയും സംയോജന ഫലം നമ്മുടെ താഴൊരു പട്ടികയിൽ തന്നിരിക്കുന്നു, നോക്കാം. അതായത് പ്രകാശവർണ്ണങ്ങൾ, ലഭിച്ച വർണ്ണം. നീല, പച്ച, ചുവപ്പ് എന്നിവ ചേർന്നാൽ നമുക്ക് ധവളപ്രകാശം ലഭിക്കുന്നു. നീലയും പച്ചയും ചേർന്നാൽ സയൻ ലഭിക്കുന്നു. പച്ചയും ചുവപ്പും ചേർന്നാൽ മഞ്ഞ ലഭിക്കുന്നു. നീലയും ചുവപ്പും ചേർന്നാൽ മജന്ത ലഭിക്കുന്നു. അതായത് പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്നാൽ നമുക്ക് ദ്വിതീയ പ്രകാശം അല്ലെങ്കിൽ ധവളവർണ്ണം മൂന്നെണ്ണം ചേർന്നാലും കിട്ടും. ഇനി ചായങ്ങളിലാണെങ്കിൽ സയൻ പ്ലസ് മഞ്ഞ പ്ലസ് മജന്ത ചേർന്നാൽ കിട്ടുന്ന ചായം എന്താണ്? ഇരുണ്ടതായിരിക്കും. സയനും മഞ്ഞയും മജന്തയും ചേർന്നാൽ ലഭിക്കുന്ന ചായം ഇരുണ്ടതായിരിക്കും. സയനും പ്ലസ് മഞ്ഞയും ചേർന്നാൽ പച്ച ലഭിക്കും. സയൻ പ്ലസ് മജന്ത എന്നിവ ചേർത്താൽ നീല ലഭിക്കും. മഞ്ഞയും മജന്തയും ചേർന്നാൽ ചുവപ്പ് ലഭിക്കും. ഇതാണ് ചായങ്ങളിലെ പ്രാഥമിക വർണ്ണങ്ങൾ. ഇനി പെയിൻറ്റിങ്ങിലും പ്രിൻറ്റിങ്ങിലും പ്രാഥമിക ചായങ്ങളാണ് ഉപയോഗിക്കുന്നത്.
പ്രിൻറ്റിങ്ങിൽ അധികമായി കറുപ്പ് ചായവും കൂടി ഉപയോഗിക്കുന്നു. പെയിൻറ്റിങ്ങിലും പ്രിൻറ്റിങ്ങിലും സാധാരണയായി പ്രാഥമിക ചായങ്ങളാണ് ഉപയോഗിക്കുന്നത്. പ്രിൻറ്റിങ്ങിൽ എന്താണ്, കറുപ്പ് ചായം അധികമായി കൂടി ഉപയോഗിക്കുന്നു. അടുത്തത് ന്യൂട്ടൻ്റെ കളർ ഡിസ്ക്. സൂര്യപ്രകാശത്തിലെ വർണ്ണങ്ങളെ അതേ ക്രമത്തിലും അനുപാതത്തിലും പെയിൻറ് ചെയ്തിരിക്കുന്ന വൃത്താകൃതിയിലുള്ള ഒരു ഡിസ്കാണ് ന്യൂട്ടൺ കളർ ഡിസ്ക്. അതായത് സൂര്യപ്രകാശത്തിലെ വർണ്ണങ്ങളെ അതേ ക്രമത്തിലും അനുപാതത്തിലും പെയിൻറ് ചെയ്തിരിക്കുന്ന വൃത്താകൃതിയിലുള്ള ഒരു ഡിസ്കാണ് ന്യൂട്ടൺ കളർ ഡിസ്ക്. ന്യൂട്ടൺ കളർ ഡിസ്ക് വളരെ വേഗത്തിൽ കറങ്ങുമ്പോൾ കാണുന്നത് വെള്ള നിറമാണ്. ഈ കളർ ഡിസ്ക് ന്യൂട്ടൻ്റെത് വളരെ വേഗത്തിൽ നമ്മൾ കറക്കി കഴിഞ്ഞാൽ എന്ത് ലഭിക്കും? വെളുത്ത നിറം നമുക്ക് കാണാൻ സാധിക്കും. ന്യൂട്ടൺ കളർ ഡിസ്ക് വളരെ വേഗത്തിൽ കറക്കുമ്പോൾ ഏതെങ്കിലും ഒരു നിറത്തിൻ്റെ ദൃശ്യാനുഭവം കണ്ണിൽ നിന്ന് മായുന്നതിന് മുൻപായി മറ്റ് നിറങ്ങളിൽ നിന്നുള്ള പ്രകാശവും തുടർച്ചയായും പെട്ടെന്നും നമ്മുടെ കണ്ണുകളിലെത്തുന്നു. വീക്ഷണ സ്ഥിരത മൂലം എല്ലാ നിറങ്ങളും ഒന്നിച്ചു കാണുന്ന പ്രതീതി ഉണ്ടാവുകയും ഡിസ്ക് ഏകദേശം വെള്ള നിറമായി തോന്നുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ന്യൂട്ടൺ കളർ ഡിസ്ക് വളരെ വേഗത്തിൽ കറങ്ങുമ്പോൾ ഏതെങ്കിലും ഒരു നിറത്തിൻ്റെ ദൃശ്യാനുഭവം കണ്ണിൽ നിന്ന് മാറുന്നതിന് മുൻപായി മറ്റു നിറങ്ങളിൽ നിന്നുള്ള പ്രകാശവും തുടർച്ചയായും പെട്ടെന്നും നമ്മുടെ കണ്ണുകളിലെത്തുന്നു. വീക്ഷണ സ്ഥിരത മൂലം എല്ലാ നിറങ്ങളും ഒന്നിച്ച് കാണുന്ന പ്രതീതി ഉണ്ടാവുകയും ഡിസ്ക് ഏകദേശം വെള്ള നിറമായി തോന്നുകയും ചെയ്യുന്നു. അടുത്തത് സുതാര്യ വസ്തുക്കളുടെ നിറം. പ്രാഥമിക നിറത്തിലുള്ള ഫിൽട്ടർ അതേ നിറമുള്ള വർണ്ണത്തെ മാത്രം കടത്തിവിടുന്നു. ദ്വിതീയ നിറത്തിലുള്ള ഫിൽട്ടർ അതിൻ്റെ നിറമുള്ള വർണ്ണത്തെയും അതിൻ്റെ ഘടകവർണ്ണത്തെയും കടത്തിവിടുന്നു. സുതാര്യ വസ്തുക്കളുടെ നിറം എങ്ങനെയാണ്? പ്രാഥമിക നിറത്തിലുള്ള ഫിൽട്ടർ അതേ നിറമുള്ള വർണ്ണത്തെ മാത്രം കടന്നുവിടുന്നു. ദ്വിതീയ നിറത്തിലുള്ള ഫിൽട്ടർ അതിൻ്റെ നിറമുള്ള വർണ്ണത്തെയും അതിൻ്റെ ഘടകവർണ്ണത്തെയും കടത്തിവിടുന്നു. താഴെ കൊടുത്ത ബോക്സ് നോക്കാം. ചുവപ്പ് ഫിൽട്ടർ, അതായത് ചുവപ്പ് ഫിൽട്ടർ ചുവപ്പ് ഒഴികെയുള്ള വർണ്ണങ്ങൾ ആഗിരണം ചെയ്യുന്നു. ഇനി നീല ഫിൽട്ടർ ആണെങ്കിൽ നീല ഒഴികെയുള്ള വർണ്ണങ്ങൾ ആഗിരണം ചെയ്യുന്നു. പച്ചയാണെങ്കിൽ പച്ച ഒഴികെയുള്ള വർണ്ണങ്ങൾ ആഗിരണം ചെയ്യുന്നു. ഇനി അടുത്ത ബോക്സിൽ നോക്കാം. ഫിൽട്ടറിൽ പതിക്കുന്ന പ്രകാശം, ഫിൽട്ടറിൻ്റെ നിറം, കടന്നു പോകുന്ന വർണ്ണം. അപ്പം ധവളപ്രകാശമാണ് ഫിൽട്ടറിൽ പതിക്കുന്നതെങ്കിൽ അപ്പം ഫിൽട്ടറിൻ്റെ നിറം ചുവപ്പാണെങ്കിൽ ധവളപ്രകാശത്തിലെ ചുവപ്പ് വർണ്ണത്തെ മാത്രം കടത്തിവിടുന്നു. ഇനി ധവളപ്രകാശത്തിൽ പച്ച ഫിൽട്ടറിലാണ് പതിക്കുന്നതെങ്കിൽ ധവളപ്രകാശത്തിലെ പച്ച വർണ്ണത്തെ കടത്തിവിടുന്നു. ധവളപ്രകാശം നീല ഫിൽട്ടറിലാണ് പതിക്കുന്നതെങ്കിൽ ധവളപ്രകാശത്തിലെ നീല വർണ്ണത്തെ മാത്രം കടത്തിവിടുന്നു. അതുകൊണ്ട് നമുക്ക് ഈ കടത്തിവിടുന്ന വർണ്ണങ്ങൾ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇത് 1ാം പാർട്ടാണ്. ഇതിൻ്റെ ഒരു പാർട്ടും കൂടെ എടുത്താലാണ് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാം. അപ്പം അടുത്ത പാർട്ടിൽ കാണാം. Thank you for watching.